എല്ലാ മേഖലയ്ക്കും എല്ലാ വിഭാഗത്തിനും നാട്ടിൽ പുരോഗതി ഉണ്ടാവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊട്ടാരക്കരയ്ക്ക് കൂടുതൽ വികസനം ഉണ്ടാവാൻ എല്ലാ വിഭാഗങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനവും ക്ഷേമ പദ്ധതികളും കൂടുതൽ തൊഴിലവസരങ്ങളും സമാധാനപൂർണമായ ജീവിതവും മതസൗഹാർദ്ദവും എല്ലാം നിലനിർത്താൻ കൊട്ടാരക്കരയുടെ ഒരു പാരമ്പര്യവും വിശ്വാസവും നിലനിർത്താൻ കൊട്ടാരക്കരയുടെ നമ്മുടെ കേരളത്തിലാകെയുള്ള ഒരു കൊട്ടാരക്കരയെ പറ്റി പൊതു അംഗീകാരം നിലനിർത്താൻ എനിക്ക് അനുകൂലമായി ചുറ്റിക്കരുവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നതിനാണ് നമ്മുടെ പ്രിയപ്പെട്ട പത്രപ്രവർത്തക സുഹൃത്തുക്കൾ വഴി നിങ്ങളിലൂടെ നമ്മുടെ നാട്ടിലെ ബഹുമാനരായ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളോടെയും ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഒത്തിരി രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. എന്തായാലും ഒരു കാര്യം മാത്രം ഞാൻ പറയാം. നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുള്ളതിനേക്കാളും വളരെ ഗൗരവതരമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ഘട്ടമാണ്. അതിനകത്തൊരു രാഷ്ട്രീയം വേറൊന്നുമല്ല. ഇന്ന് നിങ്ങൾ കണ്ടു കാണും, ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഇനിയും രൂക്ഷമാവും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടി തുടങ്ങി. വിദേശ രാജ്യങ്ങളിൽ നമ്മൾ അറിയുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ജീവിക്കുന്ന ഗൾഫിലും മറ്റ് മേഖലകളിലൊക്കെ കുറച്ചുകൂടി രൂക്ഷമായ പ്രതിസന്ധിയാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്നും സമാധാനത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. ആ രാഷ്ട്രീയം അവിടെ നിൽക്കുമ്പോൾ തന്നെ പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും വളരെ ദുരിതമുള്ളൊരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ ഗവൺമെൻറ് വന്നത്. അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട ശ്രീ പിണറായിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം LDF വന്ന സമയത്ത് കോവിഡും പ്രളയവും ഒക്കെയുള്ള ദുരിതത്തിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. നിപ്പ പോലുള്ള രോഗങ്ങളുടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 5 വർഷക്കാലത്തിൽ ഏകദേശം 4 വർഷക്കാലമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ ഒരു വർഷക്കാലം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നില്ല. കോവിഡിനെ നേരിടലായിരുന്നു ജോലി. ആ 4 വർഷം കൊണ്ട് വലിയ തോതിൽ ഈ കൊട്ടാരക്കര മണ്ഡലത്തിൽ വികസനങ്ങൾ ഉണ്ടാക്കി. ഞാനതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല. അടിസ്ഥാന സൗകര്യം, നല്ല റോഡുകളും നല്ല സ്കൂളുകളും ആശുപത്രിയിലും എല്ലായിടത്തും കുട്ടികൾക്കുള്ള കളിക്കളങ്ങളും നല്ല മാർക്കറ്റുകളും സർവോപരി നല്ല കോളേജുകളും പുതിയ 10-60 വർഷത്തിന് ശേഷം ആർട്സ് ആൻഡ് സയൻസ് കോളേജും അതേപോലെ നഴ്സിംഗ് കോളേജും പുതിയ ജോലി സാധ്യത ഉണ്ടാവുന്ന സ്വകാര്യ മേഖലയിലെയും പൊതുമേഖലയിലെയും ITS ഉൾപ്പെടെ ഉള്ള സ്ഥാപനങ്ങളും ഡ്രോൺ റിസർച്ചിൻ്റെ പാർക്കും ഒക്കെ ഇവിടെ വന്നു. ഇത് വലിയ മാറ്റം ഉണ്ടാക്കും. കേരളത്തിലാകെയും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായി. ഇവിടെ മാത്രമല്ല, കൊട്ടാരക്കരയിൽ 1350 കോടി രൂപയുടെ വികസനം നടന്നു എന്ന് പറയുന്നത് ബൈപ്പാസ് ഉൾപ്പെടെ അതിൻ്റെ എല്ലാം സ്ഥലമെടുപ്പിൻ്റെ വരെ നടപടിക്രമങ്ങൾ ആയിക്കഴിഞ്ഞു എന്നറിയാം. പണം തന്നെ ആദ്യ ഗഡു കളക്ടറുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് കൊട്ടാരക്കരയിലും കേരളത്തിലും ആകെ ആ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ നേട്ടങ്ങൾ കൂടുതൽ ശക്തമാക്കി കേരളത്തെ കൂടുതൽ ശക്തമായൊരു നാടായി സംസ്ഥാനമായി നിലനിർത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അന്തർദേശീയ രംഗത്തെ പ്രശ്നങ്ങൾ പറഞ്ഞത്. കുറച്ചു കാലത്തേക്കെങ്കിലും നമ്മുടെ എക്കണോമി ശക്തമായില്ലെങ്കിൽ, നമ്മുടെ നാട്ടിലെ തൊഴിലവസരം വർദ്ധിച്ചില്ലെങ്കിൽ, നമ്മുടെ ചെറുപ്പക്കാർക്ക് കൂടുതൽ ജോലി കിട്ടിയില്ലെങ്കിൽ, വിദേശത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ഒരു പല കോവിഡ് പോലെയോ പ്രളയം പോലെയൊക്കെയുള്ള പ്രതിസന്ധിയേക്കാൾ രൂക്ഷമായ അന്തർദേശീയ സാഹചര്യമുണ്ട്. അപ്പം കേരളത്തിലെ എന്താ അതിൻ്റെ പ്രത്യേകത? കേരളത്തിൽ നല്ല നിശ്ചയദാർഢ്യമുള്ള ജനങ്ങളുടെ എല്ലാം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് വേണം. 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട LDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? പ്രളയം വന്നു, കോവിഡ് വന്നു, നമ്മുടെ നാട്ടിലെ ഇപ്പോൾ വയനാട് ദുരന്തം പോലെയുള്ള സംഭവഗതികൾ വന്നു. ആ ചുരൽമല ദുരന്തമെല്ലാം വന്നപ്പോൾ വേണ്ടത്ര സഹായം മറ്റു സ്ഥലത്തൊന്നും കിട്ടുന്നില്ലെങ്കിലും നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ നേരിടും. വയനാട് പറഞ്ഞ ദിവസം തന്നെ മുഴുവൻ ആളുകൾക്കും ആദ്യഘട്ടത്തിൽ വീട് കൊടുത്തു. അത് സംസ്ഥാന ഗവൺമെന്റ് ധനകാര്യമന്ത്രി എന്ന നിലയിൽ വലിയ സന്തോഷമുണ്ട്. ആ വീടുകൾ കൊടുക്കുന്നതിനുള്ള പണം കണ്ടെത്താനും 2000 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുവാനും കുടിശ്ശികയില്ലാതെ കൊടുക്കുവാനും 1000 രൂപ വെച്ച് സ്ത്രീകൾക്കുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കാനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നടത്താൻ കഴിഞ്ഞു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധനകാര്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് ആ ചുമതല ഏൽക്കാൻ കഴിഞ്ഞത് കൊട്ടാരക്കരയിലെ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ കിട്ടി ഞാൻ MLA ആയതുകൊണ്ടാണ്. അങ്ങനെ MLA ആയി കൊട്ടാരക്കരയിൽ നിന്ന് സംസ്ഥാനത്ത് പോകുമ്പോൾ അവിടെ ധനകാര്യമന്ത്രി എന്ന ചുമതല ഏൽപ്പിക്കുമ്പോൾ ഈ നാടിനാകെ സംതൃപ്തി നൽകുന്ന തരത്തിൽ, കൊട്ടാരക്കരയ്ക്ക് അഭിമാനം നൽകുന്ന തരത്തിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കരുതുന്നു. എല്ലാ വീടുകളിലും ലൈഫിൻ്റെ 5 ലക്ഷം വീട് കിട്ടിയ ആ വീടുകളിലെ പുഞ്ചിരിയായാലും, മാസം 2000 രൂപ പെൻഷൻ കിട്ടുന്ന നമ്മുടെ നാട്ടിലെ വയോജനങ്ങളുടെ സന്തോഷമായാലും, ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ സഹായം കിട്ടുന്നവരായാലും, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള മേഖലയിൽ കിട്ടുന്നതായാലും, സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളുടെ കാര്യത്തിലായാലും എല്ലായിടത്തും എത്തിക്കാൻ ഈ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വ്യത്യസ്തമായി നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കുന്ന സ്ഥിതി വന്നപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് 1000 കോടി രൂപ, വലിയൊരു തുകയാണ്, 1000 കോടി രൂപ ബഡ്ജറ്റ് വെച്ച ഒരേ ഒരു സ്റ്റേറ്റാണ് കേരളമാണ്.
അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അങ്ങനെ ജനങ്ങളെ ആകെ നോക്കുന്ന ശക്തമായ ഒരു ഇടതുപക്ഷം, ഒരു കവചം പോലെ ഈ പ്രശ്നങ്ങളുടെ മേൽ നിൽക്കുന്ന ഇടതുപക്ഷം നമുക്ക് വേണം. ഒരു ഗവൺമെൻറ് വേണം, ഇടതുപക്ഷം നല്ലൊരു ഗവൺമെൻറ് വേണം. ഞാൻ UDF പറ്റിയോ കോൺഗ്രസിനെ പറ്റിയോ BJP പറ്റിയോ ഒന്നും ഇത്തരം ഒരു നിങ്ങളുടെ എല്ലാം അനുഗ്രഹവും പിന്തുണയും നേടുന്ന ഒരു സമയത്ത് ആ രാഷ്ട്രീയം ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ ജനപക്ഷമായ നിലപാടുകൾ എടുക്കാൻ അത്തരം മുന്നണികൾ കഴിയില്ല. പിന്നെ രാഷ്ട്രീയ വിശ്വസ്തതയുടെ കാര്യത്തിൽ, ഉറച്ച നിലപാടിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അവസരവാദപരമായ നിലപാടെടുക്കാതെ ഉറച്ച് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷം ശക്തമായിട്ടുണ്ടാവും. ഞാൻ മുൻപന്തിയിലുണ്ടാവും. കൊട്ടാരക്കരയിലെ മുഴുവൻ ജനങ്ങളുടെയും അഭിമാനവും മുഴുവൻ വിശ്വാസവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുൻകാലത്ത് ചെയ്തതുപോലെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ നിങ്ങളുടെ എല്ലാം ഒപ്പം ഉണ്ടാകും എന്നുള്ള കാര്യം ഇവിടെ ഞാൻ ഉറപ്പ് നൽകുകയാണ്. അടുത്ത 5 വർഷക്കാലം വീണ്ടും ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ അവസരം കിട്ടണം, അത് നൽകണം എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ ഈ മണ്ഡലത്തിന് ദീർഘകാലത്തേക്കുള്ള കൂടുതൽ തൊഴിലവസരങ്ങളും വികസിതമായ ഒരു നഗരമായി മാറാൻ കഴിയുന്ന അടിത്തറ ഇടുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേയേറെ കാര്യങ്ങൾ വന്നു. അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അതിന് എല്ലാവരും ഒരുമിച്ച് ഇടതുപക്ഷക്കാരുടെയും ഇടതുപക്ഷ പ്രവർത്തകരുടെയും മാത്രം വോട്ടുകളല്ല ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. മുഴുവൻ ആളുകളുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനം വഴി ഇതെല്ലാം പരിഹരിക്കാൻ പറ്റും. സർവോപരി കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇവിടെ മതനിരപേക്ഷമായ, വർഗീയ ലഹളകളില്ലാത്ത, കലാപങ്ങളില്ലാത്ത, സമാധാനമായിട്ട് ആർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. കൊട്ടാരക്കരയ്ക്കും ആ വലിയ മഹത്വമുണ്ട്. അതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. പത്രപ്രവർത്തക സുഹൃത്തുക്കൾ ഈ കാര്യത്തിൽ വലിയ തോതിൽ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തും കാര്യങ്ങൾ കാണിച്ചും പ്രത്യേക കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചും വിമർശനം ചൂണ്ടിക്കാണിച്ചും എല്ലാം ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങൾ ഇനിയും തുടരണം. എല്ലാ പിന്തുണയും നൽകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പിന്തുണയും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ സഹായവും പിന്തുണയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം. എല്ലാ പ്രദേശത്തും എല്ലാവർക്കും സുരക്ഷിതമായ ഒരു മനുഷ്യൻ 1ാം ഘട്ട പ്രചരണം പൂർത്തിയാകുമ്പോൾ ഉണ്ടായ ആത്മപരിശോധന എന്തൊക്കെയാണ്, എന്തൊക്കെയാണ്? വളരെ സന്തോഷകരമായ അനുഭവങ്ങളാണ്. എല്ലാ സ്ഥലത്തും നിറഞ്ഞ സ്നേഹത്തോടു കൂടിയാണ് ആളുകൾ കാണുന്നത്. അതെല്ലാ വിഭാഗവും, ഞാൻ നേരത്തെ പറഞ്ഞു, രാഷ്ട്രീയത്തിൻ്റെയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെയൊക്കെ അതീതമായി എല്ലാവരുടെയും വലിയ പിന്തുണ എല്ലാ മേഖലയിൽ നിന്നും കിട്ടുന്നുണ്ട്. ആ പിന്തുണ പലതും നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓരോന്നും പ്രസംഗിച്ചും പറഞ്ഞും പരിചയപ്പെടുത്തേണ്ടാത്ത തരത്തിലേക്ക് ധാരാളം കാര്യങ്ങൾ എല്ലാവരുടെയും അടുത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ തന്നെ എല്ലാ മേഖലയിൽ നിന്നും നല്ല പിന്തുണയാണ്. രാഷ്ട്രീയത്തിൻ്റെ ഒരു വേലിക്കെട്ടുകൾക്കകത്ത് നിന്നുകൊണ്ടല്ല, കൂടുതൽ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു ജനകീയമായി കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന വലിയ പല ഉത്തരവാദിത്തങ്ങൾ മറ്റുണ്ടെങ്കിലും ഈ നാട്ടിലെ എല്ലാവരുടെയും ഒപ്പം കാര്യങ്ങൾക്ക് അവർക്കൊപ്പം ഉണ്ടാവുന്ന, അവർക്കെല്ലാവർക്കും വന്ന് കാര്യങ്ങൾ ഇടപെടാനും പറയാനും കഴിയുന്ന ഒരാളെന്ന നിലയിൽ അവരുടെ കൂടെ നിന്നൊരാൾ എന്ന ഒരു അംഗീകാരം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. രാഷ്ട്രീയമില്ലാത്ത വികസനം കൊണ്ടും കാര്യമില്ല. കാരണം വികസനം എന്ന് പറഞ്ഞാൽ എന്താ, 62 ലക്ഷം പേർക്ക് സാധാരണ ക്ഷേമ പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വികസനമാണ്. കാരണം അവരുടെ വീടുകളിൽ ആ ബുദ്ധിമുട്ടും ദുരിതവും മാറ്റാനുള്ള സഹായമാണത്. ഇപ്പം സ്ത്രീ സുരക്ഷാ പദ്ധതി നേരത്തെ പ്രഖ്യാപിച്ചിട്ട് അത് നടപ്പിലാക്കി. ഇനിയും 30 ലക്ഷത്തോളം പേർക്കാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ 10 ലക്ഷത്തിലധികം പേർക്കാണ് കിട്ടിയത്. ആപ്ലിക്കേഷൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായി കൊടുത്തു. 2ാം ഗഡു കഴിഞ്ഞ ദിവസം വന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർക്ക് തൊഴിലിൻ്റെ പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് 5 ലക്ഷം പേർക്ക് മാസം 1000 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി വന്നത്. അതും ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്കിതെല്ലാം അവർക്കൊരു വരുമാനവും പഠിക്കാനുള്ള പൈസയും ഒക്കെ കിട്ടിയാലേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതായാലും ആശുപത്രിയുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതായാലും നല്ല സ്കൂൾ ഉണ്ടാക്കുന്നതായാലും ഒക്കെ ഒരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്ന് ഞാൻ പറഞ്ഞത്, മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇതൊന്നും ഇല്ല. അതും ഒരു രാഷ്ട്രീയമാണ്. ഇതൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രാഷ്ട്രീയമാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്നതാണ് എന്നും. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ കാരണം ഇപ്പോൾ വലിയ തോതിൽ ഫണ്ട് വെട്ടിക്കുറച്ചു. നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ല പണം, ഇപ്രാവശ്യം 1000 കോടി വെച്ചു. അത് ഇടതുപക്ഷമാണ്. അതേസമയം നമുക്ക് ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് അവസ്ഥ ഉണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകളുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിക്ക് അവിടെ കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി കണ്ടു പറഞ്ഞു, ഞങ്ങൾക്ക് DAയും അവർക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്. പത്രങ്ങളിൽ വാർത്ത വന്നത് അവർ അനൗൺസ് ചെയ്ത DAയും DRും ശമ്പള പരിഷ്കരണമൊക്കെ കൊടുക്കാതെ വെട്ടിക്കുറയ്ക്കേണ്ടി വന്നു. കാരണം ഏറ്റവും സമ്പന്നമായ ഒരു സംസ്ഥാനമാണ് തെലങ്കാന. കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അവർക്ക് കൃത്യമായി 1ാം തീയതി തന്നെ എല്ലാവർക്കും ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്ന് അവർ തന്നെ പറഞ്ഞു.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉള്ളപ്പോൾ കേരളം അതൊന്നും ഉണ്ടാവാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഈ രാഷ്ട്രീയം കൊണ്ടാണ്. അപ്പോൾ ഈ രാഷ്ട്രീയം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ്. എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് പോകാൻ ഏറ്റവും പരമ്പരാഗത മേഖലയിലെ തൊഴിലാളി ഉൾപ്പെടെ കശുവണ്ടി തൊഴിലാളിയും പരമ്പരാഗത മേഖല മുതൽ എല്ലാ മേഖലയിലും കാര്യങ്ങൾ ചെയ്യുക. ആ രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വികസനമാണ്. ആ രാഷ്ട്രീയമില്ലെങ്കിൽ ഇടതുപക്ഷമില്ല. ഇടതുപക്ഷത്തിൻ്റെ നയമേ അല്ല കോൺഗ്രസ്. ഇതിനെല്ലാം തകർക്കാൻ നിൽക്കുന്നതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന് ഒരിക്കലും ഈ നയം നടപ്പിലാക്കാൻ പറ്റില്ല, മറ്റു പാർട്ടികൾക്ക് പറ്റില്ല. അപ്പോൾ ആ രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വികസനമാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എല്ലാ പരിപാടികളും ആയിട്ടില്ല. അത് ഞങ്ങൾ ഇന്ന് ഇലക്ഷൻ കമ്മിറ്റി എടുക്കത്തേ ഉള്ളൂ. നേതാക്കന്മാർ, ഞങ്ങളുടെ LDF നേതാക്കന്മാർ എല്ലാവരും കൂടെ ഉണ്ട്. നോമിനേഷൻ കൊടുക്കാനായിട്ട് ഇപ്പം നമ്മൾ ഇവിടുന്ന് പോകും. ഇന്ന് വൈകിട്ട് ബിനോയ് വിശ്വമാണ് LDFൻ്റെ നമ്മുടെ മണ്ഡലം കൺവെൻഷൻ. അത് കഴിഞ്ഞാലാണ് നമ്മുടെ വിശദമായ പിന്നെ ഇന്ന് കമ്മിറ്റി ഫോർമലി ഇന്ന് രൂപീകരിക്കത്തേ ഉണ്ട്. നമ്മൾ വൈകിട്ട് സൗപർണികയിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. ആ കൺവെൻഷന് വരണം. ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. ബാക്കി ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രമുഖ നേതാക്കന്മാരെല്ലാം കാണും. അതുപോലെ എല്ലാ വാർത്തകളും നന്നായി കൊടുത്ത് കവറേജ് നൽകുന്നുണ്ട്. കൂടുതൽ കവറേജ് നൽകണം എന്നൊക്കെ നമ്മൾ അവിടെ കാണുമല്ലോ. നോമിനേഷൻ കഴിഞ്ഞിട്ട് വാർത്തയെല്ലാം കൃത്യമായിട്ട് കൊടുക്കണമെന്ന്, കൃത്യമായി കൂടുതൽ കൊടുക്കണം. കൃത്യമായി നമ്മൾ എത്തിക്കേണ്ട വാർത്ത ഉണ്ടെങ്കിൽ പറയണം. ഇവിടുന്ന് കിട്ടാനുള്ള സമയത്തിന് കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരും. എല്ലാവരിലേക്കും ഈ കാര്യങ്ങൾ എത്തിക്കാനുള്ള നല്ല സഹായവും സഹകരണവും നിങ്ങളുടെ ഭാഗത്തുണ്ട്. അവസാനിപ്പിക്കും. താങ്ക് യു.